കേരളത്തിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളാണ് നവോത്ഥാനം, ജ്ഞാനോദയം മുതലായവ. പക്ഷേ നവോത്ഥാനം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജ്ഞാനോദയം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ ആ പറയുന്ന വ്യക്തിയുടെ അർത്ഥമാണ് പലപ്പോഴും ജ്ഞാനോദയത്തിനും നവോത്ഥാനത്തിനുമൊക്കെ നൽകുന്നത്. അത് അങ്ങനെ പറയുന്ന വ്യക്തിക്ക് അവൻ്റെ ഒരു അർത്ഥം കൊടുത്ത് ഒരു കാര്യം സംസാരിക്കാൻ കഴിയുമോ? ഇതറിയണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഭാഷയിൽ തന്നെ രണ്ട് അടരുകളുണ്ട്. ഒന്ന് കൊളോക്കിയൽ ലാംഗ്വേജാണ്. കൊളോക്കിയൽ ഭാഷ അനുസരിച്ച് വാക്കിൻ്റെ അർത്ഥം നിർണ്ണയിക്കുന്നത് പറയുന്ന വ്യക്തി തന്നെയാണ്. ഇവിടെ 5000 പേരുണ്ടെങ്കിൽ ഒരു വാക്കിന് 5000 പേർക്ക് 5000 അർത്ഥം നൽകാം. പക്ഷേ അത് നമ്മുടെ ഇമാജിനേഷൻ വർദ്ധിപ്പിക്കുകയുള്ളൂ. ശാസ്ത്രീയമായ യാതൊരു പുരോഗതിയും സാമൂഹ്യ ശാസ്ത്രത്തിലോ ഭൗതിക ശാസ്ത്രത്തിലോ ഉണ്ടാകില്ല. സാമൂഹ്യ ശാസ്ത്രത്തിലോ ഭൗതിക ശാസ്ത്രത്തിലോ പുരോഗതി ഉണ്ടാകണമെങ്കിൽ ഒരു വാക്കിന് ഇവിടെ 5000 വ്യക്തികളുണ്ടെങ്കിൽ 5000 വ്യക്തികളും ഒരേ അർത്ഥം നൽകുമ്പോഴാണ് ശാസ്ത്രീയ പുരോഗതി ഉണ്ടാവുക. അതിന് ലാംഗ്വേജിൻ്റെ, ഭാഷയുടെ ശാസ്ത്രീയ മുഖം എന്ന് പറയും. ഉദാഹരണത്തിന് 1+1 2 എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാവരും ശാസ്ത്രം അനുസരിച്ചാണെങ്കിൽ എല്ലാവരും അത് ഒരേ അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ പറയുന്ന ഓരോ വ്യക്തിക്കും പല അർത്ഥം കൊടുക്കാൻ പറ്റില്ല. പറയുന്ന ഓരോ വ്യക്തികളും പല അർത്ഥം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം വളരില്ല. അതുകൊണ്ട് ഭാഷയ്ക്ക് 2 അടരുണ്ട്. ഒന്ന്, പറയുന്ന വ്യക്തികൾ അർത്ഥം നൽകുന്ന ഒരു രീതിയുണ്ട്. 2, പറയുന്ന വാക്കിന് എല്ലാവരും ഒരേ അർത്ഥം നൽകിക്കുന്ന രീതിയുണ്ട്. ഈ രണ്ടാമത്തെ രീതിയാണ് സാമൂഹിക ഭൗതിക ശാസ്ത്ര വികസനത്തിൻ്റെ അടിത്തറ. എന്നാൽ ഈ ശാസ്ത്ര വികസനത്തിൻ്റെ ആളുകളാണ് ഞങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ നവോത്ഥാനം, ജ്ഞാനോദയം എന്നൊക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ഉപയോഗിച്ച് വന്ന അർത്ഥത്തെ ഒരിക്കലും അംഗീകരിക്കാതെ സ്വന്തം അർത്ഥം കൊണ്ട് വായ തോന്നിയത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും അടുത്ത് കേട്ട ഒരു വാക്കാണ് ജ്ഞാനോദയം. അത് ന്യൂറോൺസിൻ്റെ അവരുടെ ഹെഡിങ്ങൊക്കെ കണ്ടാൽ തോന്നും അവരിപ്പോൾ ശാസ്ത്രം അങ്ങോട്ട് വളർത്തി കേരളത്തിലുള്ള എല്ലാ ആളുകളും ശാസ്ത്രജ്ഞന്മാരാകുമെന്ന്. അതിലൊരു ഹെഡിങ്ങാണ് ജ്ഞാനോദയം. എന്നിട്ട് പറയുന്നത് ജ്ഞാനോദയവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പ്രിയമുള്ളവരെ, എൻലൈറ്റൻമെൻറ്റ് എന്ന വാക്കിൻ്റെ മലയാള അർത്ഥത്തിലാണ് ജ്ഞാനോദയം എന്ന വാക്ക് സാമൂഹ്യശാസ്ത്രപരമായിട്ട് കേരളത്തിൽ തത്വചിന്താപരമായിട്ടും ഉപയോഗിക്കുന്നത്. എന്താണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ? ഇതറിയണമെങ്കിൽ ഇമ്മാനുവൽ കാന്റ് എഴുതിയ എൻലൈറ്റൻമെൻറ്റ് എന്ന ലേഖനമാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കേരളത്തിൽ വെറുതെ തമാശന് പറയുന്ന ഗ്രൂപ്പുകളിൽ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അർത്ഥം എടുത്തോ. നിങ്ങൾക്ക് അന്താരാഷ്ട്രപരമായിട്ടുള്ള ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യണമെങ്കിൽ എൻലൈറ്റൻമെൻറ്റ് എന്ന വാക്ക് കൂടുതൽ പ്രചാരത്തിൽ എത്തിച്ച വ്യക്തിയാണ് ഇമ്മാനുവൽ കാന്റ്. ആ ഇമ്മാനുവൽ കാന്റ് എൻലൈറ്റൻമെൻറ്റിന് കൊടുക്കുന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് കണ്ടുകിട്ടിയതാണ്. ഞാൻ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത് 4ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ അധ്യാപകരെ വെറുക്കാൻ തുടങ്ങി. പിന്നീട് ഞാൻ സ്കൂളിൽ കേട്ടിട്ടല്ല പഠിച്ചിട്ടുള്ളത്, സ്വയം പഠിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അത് കാർ ഡ്രൈവിംഗ് ഒഴികെ എല്ലാം സ്വയം പഠിക്കാൻ ശ്രമിക്കുന്നു. മറ്റുള്ളവരുടെ സഹായം ഞാൻ തേടുന്നു. എന്നാൽ എൻ്റെ കൂടെയുള്ള വിദ്യാർത്ഥികളൊക്കെ ചെയ്യുന്നത് അധ്യാപകരവരെ പഠിപ്പിക്കുന്നു, ഇവരത് കേട്ടുപഠിക്കുന്നു. അത്തരം ഒരു ഭൗതിക പശ്ചാത്തലം എന്നിൽ കിടപ്പുണ്ട്. 5ാം ക്ലാസ്സിന് ശേഷം PG പാസ്സാവുന്നത് വരെ അധ്യാപകരുടെ ക്ലാസ്സുകളൊന്നും തന്നെ ഞാൻ മുഖവിലക്കെടുത്തിട്ടില്ല. സ്വയം പഠിക്കുക, അത് +2-നെത്തുമ്പോൾ ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ പഠിപ്പിക്കലില്ല, അതുവരെ അധ്യാപകരുള്ള ടീച്ചേഴ്സ്. 10ാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു കുട്ടി മനസ്സിലാക്കും അവരുടെ പോസ്റ്റിൻ്റെ പേര് തന്നെ ലെക്ചറർ, പ്രൊഫസർ എന്നാണ്. ടീച്ചർ എന്ന് ആരെയും വിളിക്കില്ല. അതൊരു വെസ്റ്റേൺ പശ്ചാത്തലത്തിൽ നിന്നാണ് അങ്ങനെ ഒരു വാക്ക് തന്നെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് റെനൈസാൻസിൻ്റെ ഒരു അനന്തരഫലമാണ്, അത് മോഡേണിസത്തിൻ്റെ അനന്തരഫലമാണ്, അത് എൻലൈറ്റൻമെൻറ്റിൽ അത് കൾമിനേഷനിലെത്തുകയാണ്. അപ്പോൾ ലെക്ചററും ടീച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പഠിക്കാൻ സത്യം അന്വേഷിക്കുന്നവർ, ബൈബിളിൽ പറയുന്നുണ്ട്, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും. ഞാൻ സ്വയം സത്യം അന്വേഷിക്കുന്നു, മറ്റുള്ളവരുടെ സംസാരം ഞാൻ കേൾക്കുന്നു, എൻ്റെ അന്വേഷണത്തെ ഞാൻ മെച്ചപ്പെടുത്തുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ ഗുരു ആരാണ്? എൻ്റെ ഗുരു ഞാൻ തന്നെയാണ്. എൻ്റെ ഗുരു ഞാൻ തന്നെയാണ് എന്ന വെസ്റ്റേൺ സമൂഹത്തിൻ്റെ പ്രഖ്യാപനമാണ് എൻലൈറ്റൻമെൻറ്റ്. അത് അധികാരിയുടെ അറിവിനോടുള്ള വെല്ലുവിളിയാണ്. ആരാണ് ഗുരു? ഞാൻ തന്നെയാണ് എൻ്റെ ഗുരു. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് 43 കൊല്ലമായി ഞാൻ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നു. ഒരു കാര്യം എനിക്ക് ഈ 43 കൊല്ലം കൊണ്ട് മനസ്സിലായിട്ടുണ്ട്, ആരെയും പഠിപ്പിക്കാൻ കഴിയില്ല. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ആരെയും നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഒരു വിദ്യാർത്ഥിക്ക് സ്വയം പഠിക്കാനേ കഴിയൂ. സ്വയം ഗുരുവാകാനുള്ള പ്രക്രിയയിലെ ഒരു സഹായി മാത്രമാണ്, ഒരു സൂപ്പർവൈസർ മാത്രമാണ്, ഒരു ഗൈഡ് മാത്രമാണ് ലെക്ചറർ അഥവാ പ്രൊഫസർ, അല്ലാണ്ട് അധ്യാപകനല്ല. അതുകൊണ്ട് തന്നെ 5 വർഷത്തെ കലാലയ ജീവിതം അവസാനിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ബിരുദത്തിൻ്റെ പേര് മാസ്റ്റേഴ്സ് ബിരുദമെന്നാണ്. അത് നീ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ യോഗ്യനായി എന്നല്ല, നീ സ്വയം ഗുരുവായി തീർന്നിരിക്കുന്നു. സ്വയം ഗുരുവാകാനുള്ള നിൻ്റെ ഈ പ്രക്രിയ വിജയിച്ചിരിക്കുന്നു. ഇതാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ, യൂറോപ്യൻ എൻലൈറ്റൻമെൻറ്റിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണം. ഇതറിയാവുന്ന ഒരു വിദ്യാർത്ഥിയെ പോലും കേരളത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടില്ല. പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുമ്പോഴും ഏതാണ് പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ സാറേ, ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സാറേ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കാണുന്നത്. മാത്രമല്ല ഗുരു 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 എന്ന് വിളിക്കുന്നത് എൻലൈറ്റൻമെൻറ്റുകാരെ സംബന്ധിച്ച് ഒരു അശ്ലീല പദമാണ്. വിശ്വഗുരു, സദ്ഗുരു, നാരായണ ഗുരു, വാഗ്ബടാനന്ദ ഗുരു, അങ്ങനെ ഒരു ഗുരുകുലം, അങ്ങനെ ഒരു സംഭവം ഇല്ല. കാരണം ആർക്കും വേറെ ആരെയും പഠിപ്പിക്കാൻ പറ്റില്ല. അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ, പഠിപ്പിക്കാൻ പറ്റില്ല, ഒരുവന് പഠിക്കാനേ കഴിയൂ.
ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം. ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങൾ കരാട്ടയുമായി ബന്ധപ്പെട്ട സിനിമ കാണുമ്പോൾ ചൈനയിലെയോ അല്ലെങ്കിൽ ജപ്പാനിലെ സിനിമ കാണുമ്പോൾ എപ്പോഴൊരു വാക്ക് കേൾക്കാം, മാസ്റ്റർ മാസ്റ്റർ മാസ്റ്റർ. ബുദ്ധന്മാർക്ക് ചില ആൾക്കാരാണ് ഗുരുവാവുള്ളൂ, എല്ലാവർക്കും അതാകാൻ പറ്റില്ല. എൻലൈറ്റൻമെൻറ്റ് പറയുന്നത് എല്ലാ മനുഷ്യന്മാരും അവനവനെ തന്നെ പഠിപ്പിക്കേണ്ട ഗുരുക്കന്മാരാണെന്നാണ്. അപ്പം അതുകൊണ്ട് ഗുരു എന്ന വാക്ക് അശ്ലീലമായി മാറ്റിയ ഒരു പ്രസ്ഥാനമാണ് എൻലൈറ്റൻമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് കേരളത്തിലെ ബുദ്ധിജീവികളെ നിങ്ങൾ എഴുതുമ്പോൾ സദ്ഗുരുവാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ ആൾ, വാഗ്ബാടാനന്ദ ഗുരുവാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ ആൾ ഒന്നും നിങ്ങൾ എഴുതല്ലേ. ജ്ഞാനം ഉദിക്കുക എന്ന് പറഞ്ഞാൽ അത് അവനവനിലുണ്ടാകേണ്ട ഒരു പ്രക്രിയയാണ്. യൂറോപ്യൻ എൻലൈറ്റ്മെൻറ്റിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സന്തോഷ് കുളങ്ങര, ജോർജ് കുളങ്ങര ചോദിച്ച ചോദ്യമാണ്. എന്താണ്? സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം ഭൂമിയിലെന്ത് വാഴയ്ക്ക് തിന്നാനാണ്? ദൈവവിശ്വാസം സാമൂഹ്യ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നില്ലെങ്കിൽ ദൈവവിശ്വാസം കൊണ്ട് പ്രയോജനമെന്ത് എന്ന് എൻലൈറ്റൻമെൻറ്റുകാർ ചോദിച്ചു. അതിൻ്റെ അനന്തരഫലമായി ദൈവവിശ്വാസവും സാമൂഹ്യ ജീവിതവും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ ആയിരക്കണക്കിന് ചിന്തകളും പ്രബന്ധങ്ങളും രചിക്കപ്പെട്ടു. അങ്ങനെ വന്ന ചില മൂവ്മെൻറ്റ്സാണ് അബോളിഷനിസം, അബോളിഷ് സ്ലേവറി. ഇതെല്ലാം അതിൻ്റെ അനന്തരഫലമായിട്ട് വന്നതാണ്. എല്ലാവർക്കും വിദ്യാഭ്യാസം, കാരണം എല്ലാവരും സ്വയം ഗുരുക്കന്മാരാണ്. മറ്റേത് അങ്ങനെയല്ല പറഞ്ഞിരുന്നത്, ചില വിഭാഗങ്ങൾ മാത്രം ജ്ഞാനത്തിൽ വരിക. അപ്പം ഇത്തരം സാമൂഹ്യ ജീവിതവുമായിട്ട് ദൈവവിശ്വാസത്തിന് സാമൂഹ്യ ജീവിതത്തെ പ്രകാശിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം ദൈവവിശ്വാസങ്ങൾ കള്ളമാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചവരാണ് ജ്ഞാനോദയത്തിൻ്റെ ശില്പികൾ. അപ്പോൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക, ശ്രീനാരായണ ഗുരു ജ്ഞാനോദയം കിട്ടിയ ആളാണോ? നിങ്ങൾ പരിശോധിക്കണം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദൈവചിന്തയും സാമൂഹിക ചിന്തയും തമ്മിൽ ബന്ധിപ്പിച്ചത്. കൂലിയെക്കുറിച്ച് എന്താണ് അദ്ദേഹം പറയുന്നത്? രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറയുന്നത്? രാഷ്ട്രീയ ഘടനയെക്കുറിച്ച് എന്താണ് പറയുന്നത്? ജനാധിപത്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? നിയമനിർമ്മാണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇതൊന്നും പറയാൻ ശ്രീനാരായണ ഗുരുവിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം എൻലൈറ്റൻ പേഴ്സണല്ല. കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ്, എനിക്കറിയില്ല. ചട്ടമ്പി സ്വാമികൾ, അദ്ദേഹം ജ്ഞാനോദയം ലഭിച്ച ആളാണോ അല്ലയോ? അദ്ദേഹം പഠിപ്പിച്ച ദൈവവിശ്വാസം എങ്ങനെയാണ് നിയമനിർമ്മാണം, സാഹോദര്യം, തുല്യത, യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറയുന്നത്? അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ജ്ഞാനോദയം കിട്ടിയ ആളാണോ എന്ന് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് സ്വർഗത്തിൽ മാത്രം ഇരുന്നു കൊണ്ട് വാഴയ്ക്ക തിന്നുന്ന ദൈവങ്ങളല്ല എന്ന് പറയാനുള്ള ധൈര്യം കൂടി കാണിച്ച ഒരു വിഭാഗമാണ് എൻലൈറ്റൻമെൻറ്റ്. അതുകൊണ്ട് എൻലൈറ്റൻമെൻറ്റ് പ്രൊജക്റ്റിന് രണ്ട് ഭാഗമുണ്ട്. ഒന്ന്, സ്വയം ഗുരുവായി തീരാൻ ഓരോ മനുഷ്യനെയും ആഹ്വാനം ചെയ്യുന്നു. നിങ്ങൾ സത്യം അന്വേഷിക്കൂ, സത്യം നിങ്ങൾക്ക് സ്വയം വെളിപ്പെടുത്തി തരും. അത് ബൈബിളിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരെയും ഗുരുവെന്ന് വിളിക്കരുത്, നിങ്ങൾക്കാകെ ഒരു ഗുരുവേ ഉള്ളൂ, അത് ദൈവമാണ്. ശാസ്ത്രീയ അർത്ഥത്തിൽ
അത് സത്യമാണ്. സത്യം അന്വേഷിക്കൂ, സത്യം നിങ്ങൾക്ക് സ്വയം വെളിപ്പെടും. ആ വഴിയിൽ അധ്യാപകർ നിങ്ങൾക്ക് വഴികാട്ടികളാകും. കോളേജിൽ ചെല്ലുമ്പോൾ വിദ്യാർത്ഥികളെ നിങ്ങൾ തീരുമാനിക്കുക, ഞങ്ങളെ ഈ അധ്യാപകർ സിലബസിലെ മുഴുവൻ പറഞ്ഞു തന്നില്ല. അതൊക്കെ 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി പറയാൻ പാടില്ലാത്ത ചോദ്യമാണ്. 10ാം ക്ലാസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥി കോളേജിൽ ചെല്ലുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് തരൂ, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ പറഞ്ഞു തരൂ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ തരൂ. ഈ 3 കാര്യത്തിൽ അപ്പുറത്തൊന്നും ഒരു വിദ്യാർത്ഥി പ്രതീക്ഷിക്കാതെ മുന്നോട്ട് നീങ്ങുകയും നല്ല പ്രസംഗകരുടെ പ്രസംഗങ്ങൾ ആ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കലാലയ അന്തരീക്ഷമാണ് എൻലൈറ്റൻമെൻറ്റിൻ്റെ അനന്തരഫലമായിട്ട് യൂറോപ്പിലുണ്ടായത്. അവിടെയാണ് ശാസ്ത്രം വികസിക്കുക. ഇവിടെ കുറേ വ്യക്തികളുടെ പടം വരച്ച് അവരുടെ തലയ്ക്ക് ചുറ്റും സൂര്യപ്രകാശം വരച്ച് വെച്ച് അവരൊക്കെ എൻലൈറ്റഡ് ആണെന്ന് പറയാൻ കഴിയുന്നത് എപ്പോഴാണ്? എൻലൈറ്റൻമെൻറ്റിന് നിങ്ങൾ സ്വയം ഒരു ഇമാജിനേഷനിൽ അർത്ഥം തേടുമ്പോഴാണ്. എന്നാൽ ശാസ്ത്രീയമായ ഭാഷയിലെ അർത്ഥം എൻലൈറ്റൻമെൻറ്റിന് സ്വയം ഗുരുവാകാനുള്ള ആഹ്വാനമാണ്. ഈ ആഹ്വാനം ശ്രവിച്ച് എന്നെ ശ്രവിക്കുന്ന വിദ്യാർത്ഥികളെ, 10ാം ക്ലാസ് വരെ നിങ്ങളെ ടീച്ചർമാർ പഠിപ്പിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നു, അവർ സഹായിക്കുന്നു. ചിലർക്ക് സഹായിക്കാൻ പറ്റും, ചിലർക്ക് സഹായിക്കാൻ പറ്റില്ല. നല്ല അധ്യാപകരും ചീത്ത അധ്യാപകരും ഇല്ല. കിട്ടുന്നത് സ്വീകരിക്കുന്ന, ഗുരുവാകാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളേ ഉള്ളൂ. ആ അവസ്ഥയിലേക്ക് നിങ്ങളുടെ കലാലയ ജീവിതം മാറാൻ എൻ്റെ പ്രഭാഷണം സഹായിച്ചാൽ ഞാൻ സന്തോഷവാനാണ്. താങ്ക് യു.